പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ, റൊമാൻസ് ആൻഡ് ലവ് ഗുരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. കുട്ടികൾ എപ്പോഴും പ്രണയത്തെ കൊല്ലുന്നു. പ്രണയവും വിജയകരമായ ഒരു കരിയറും നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിങ്ങൾ തെരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയോ അല്ലെങ്കിൽ വിഷയത്തിലെ ഒരു വ്യതിയാനമോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ദീർഘകാല ബന്ധങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും സാധാരണമായ മിഥ്യാധാരണകളിൽ ഒന്ന്, അഭിനിവേശം ഒരു ബന്ധത്തിന്റെ തുടക്കത്തിനായി മാത്രമുള്ളതാണെന്നും ദീർഘകാലത്തേക്ക് ഒരു ബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് അറിയുന്നത് അസാധ്യമാണെന്നതുമാണ്. എന്താണ് തീപ്പൊരി? നിങ്ങളുടെ വയറ്റിൽ ചിത്രശലഭങ്ങൾ പോലെ തോന്നുന്ന വികാരം, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളെ സ്പർശിക്കുമ്പോൾ നിങ്ങളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി, ആഴത്തിലുള്ള ആവേശം. ഈ വികാരം മങ്ങുകയും ഒടുവിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് അനിവാര്യമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇതൊരു മിഥ്യയാണ്. നിങ്ങൾ സുഖമായിരിക്കുമ്പോൾ ഒരു ബന്ധത്തിലെ തീപ്പൊരി നഷ്ടപ്പെടുന്നത് സാധാരണമാണെങ്കിലും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അത് തിരികെ ലഭിക്കും. തീപ്പൊരി നഷ്ടപ്പെടാതിരിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചില നടപടികളുണ്ട്. നിങ്ങൾ ഒരു പുതിയ ബന്ധത്തിലായിരിക്കുകയും ആ തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുനാളായി നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ആയിരിക്കുകയും ഒരു ബന്ധത്തിൽ ആ തീപ്പൊരി എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഉത്തരങ്ങളുണ്ട്. ഒരു ബന്ധത്തിന്റെ തിളക്കം നഷ്ടപ്പെടുമ്പോൾ എങ്ങനെ അറിയാൻ കഴിയും? വർഷങ്ങളോളം ഒരാളുമായി നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധം സ്വാഭാവികമായും ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ ബാധ്യതകൾ തുടങ്ങിയ ബന്ധസമ്മർദ്ദങ്ങൾ നിങ്ങൾ നേരിടേണ്ടിവരും. അത് നിങ്ങളുടെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും മാറ്റും. എന്നാൽ ഈ അടയാളങ്ങൾ നോക്കി ഒരു ബന്ധത്തിലെ തീപ്പൊരി നിങ്ങൾക്ക് എപ്പോൾ നഷ്ടപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശാരീരിക സ്പർശനമില്ല. അടുപ്പം എന്നത് ഒരു സുഹൃത്തും പങ്കാളിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് എല്ലായ്പ്പോഴും ലൈംഗികതയെ അർത്ഥമാക്കുന്നില്ല. കൈകൾ പിടിക്കുക, ആലിംഗനം ചെയ്യുക, ഊഷ്മളമായ ആലിംഗനങ്ങൾ നടത്തുക, അഭിനന്ദനങ്ങൾ നൽകുക എന്നിവയെല്ലാം അടുപ്പത്തിന്റെ ഭാഗമാണ്. ഒരു ബന്ധത്തിലെ തിളക്കം അവരെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇനി ഡേറ്റ് ചെയ്യുന്നില്ല. എല്ലാ ദമ്പതികളുടെയും ജീവിതം തിരക്കേറിയതാകുന്നു. പക്ഷേ ഒരുമിച്ച് പുറത്തുപോയി ആസ്വദിക്കാൻ സമയം കണ്ടെത്തുന്നത് ഒരു മുൻഗണനയായിരിക്കണം. നിങ്ങൾ വാർഷികങ്ങളും ജന്മദിനങ്ങളും ആഘോഷിക്കുന്നതോ ഡേറ്റ് നൈറ്റുകൾ ആഘോഷിക്കുന്നതോ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ജ്വലിപ്പിക്കേണ്ട സമയമാണിത്. നീ ഒരു ശ്രമം നിർത്തി. ശാരീരിക രൂപം മാറുന്നു. ദീർഘകാലാടിസ്ഥാനത്തിൽ നിനക്ക് പ്രായമാകുകയോ അല്പം ഭാരം കൂടുകയോ ചെയ്യാം. എന്നാൽ നിന്റെ പങ്കാളിക്ക് നല്ലതായി കാണാനും ആരോഗ്യവാനായിരിക്കാനും പോലും നിനക്ക് താൽപ്പര്യമില്ലെങ്കിൽ അത് കുഴപ്പത്തിന്റെ സൂചനയാണ്. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിൽ നിങ്ങൾക്ക് താൽപ്പര്യമില്ല. ഒരു ബന്ധത്തിന്റെ തിളക്കം നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ സമയം നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കാൻ നിങ്ങൾക്ക് കഴിയും. അവരാൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ശല്യപ്പെടുത്തുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം. ഇത് നിങ്ങളുടെ പങ്കാളിയെ ശിക്ഷിക്കാനോ പരസ്പരം പൂർണ്ണമായും ഒഴിവാക്കാനോ ഇടയാക്കും. നിങ്ങളുടെ ബന്ധത്തിൽ തിളക്കം നഷ്ടപ്പെടുന്നത് സാധാരണമാണോ? അതെ. ദീർഘകാല ദമ്പതികൾ ഒരു ബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത് സാധാരണമാണ്. ഒരു ബന്ധത്തിലെ തീപ്പൊരി നഷ്ടപ്പെടുന്നതല്ല പ്രശ്നം. പ്രണയം പുനരുജ്ജീവിപ്പിക്കാനുള്ള പ്രതിബദ്ധത ദമ്പതികൾക്ക് ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. നിർഭാഗ്യവശാൽ അഭിനിവേശത്തിന്റെയും അടുപ്പത്തിന്റെയും ഈ നഷ്ടം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അനിവാര്യമാണെന്ന് അംഗീകരിക്കപ്പെടുന്നു. അത് മറ്റൊരു മിഥ്യയാണ്. സ്നേഹിക്കപ്പെടുന്ന, അഭിനന്ദിക്കപ്പെടുന്ന, ആഗ്രഹിക്കുന്നതല്ലാതെ മറ്റൊന്നും തോന്നാത്ത ഒരു ബന്ധത്തെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കേണ്ടതില്ല. ഒരു ബന്ധത്തിലെ തിളക്കം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. ദമ്പതികൾ മരിക്കുന്നതിന് എണ്ണമറ്റ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കും. സാധാരണയായി ഒരുമിച്ച് ചെലവഴിക്കാൻ വേണ്ടത്ര സമയം ലഭിക്കാത്തതും അവർ രണ്ടുപേരും വിലമതിച്ചിരുന്ന ബന്ധം പതുക്കെ നഷ്ടപ്പെടുന്നതുമാണ് ഈ കാരണങ്ങൾ. അത് ദീർഘദൂര യാത്രകൾ, പൊരുത്തമില്ലാത്ത ജോലി ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ കുട്ടികളെയും അവരുടെ ആവശ്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത് പോലുള്ള വളർന്നുവരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്നിവ മൂലമാകാം. അബോധാവസ്ഥയിൽ താൽക്കാലികമായി ബന്ധം വേർപ്പെടുത്തിയ അവസ്ഥ ഒരു ശീലമായി മാറുന്നു. ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിനുള്ള മുൻഗണന നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച എന്നതിൽ നിന്ന് കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ എന്നതിലേക്ക് മാറുകയും ഒടുവിൽ ഒരിക്കലും എന്നതിലേക്ക് മങ്ങുകയും ചെയ്യുന്നു. ഒരുമിച്ചുള്ള സമയം കുറയുന്നത് ഒടുവിൽ അടുപ്പം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നു. ഇത് ആകർഷണം നഷ്ടപ്പെടുന്നതായി പ്രകടമാകുന്നു. ആകർഷണം നഷ്ടപ്പെടുന്നത് പങ്കാളികൾ തമ്മിലുള്ള ആശയവിനിമയം കുറയുന്നതിലേക്ക് നയിക്കുന്നു. ഇത് നെഗറ്റീവ് ചിന്തകൾക്ക് തുടക്കമിടുന്നു. അത് നിരാശയുടെയും കൂടുതൽ അകലത്തിന്റെയും ഒരു ചക്രമായി മാറുന്നു. നിങ്ങൾ പരസ്പരം സൗമ്യവും സ്നേഹവും കാണിക്കുന്നത് നിർത്തുകയും പരസ്പരം റൂംമേറ്റുകളായി പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. ജീവിതത്തിലെ മറ്റ് എല്ലാ കടമകളും കൈകാര്യം ചെയ്യുമ്പോൾ പരസ്പരം കാണുന്നത് വെറുതെയായിരിക്കുമ്പോൾ ബന്ധം നിലനിർത്താനും അടുപ്പം നിലനിർത്താനും ഒരു മാർഗവുമില്ല. തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വീണ്ടും പ്രതിബദ്ധത പുലർത്തുകയും വേണം. ഒരു ബന്ധം എങ്ങനെ നിലനിർത്താം? തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് പഠിക്കുന്നത് സാധ്യമാണ്. ഒരു ബന്ധത്തിൽ യഥാർത്ഥവും ശാശ്വതവുമായ മാറ്റം വരുത്താൻ 1-2 തീയതികൾ ഷെഡ്യൂൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആവശ്യമാണ്.
ഒരു ബന്ധത്തിൽ തീപ്പൊരി വീണ്ടും ജ്വലിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും പ്രതിജ്ഞാബദ്ധരായിരിക്കുമ്പോൾ എന്തും സാധ്യമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. 1. സൃഷ്ടിക്കുക. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ സൃഷ്ടിക്കണം. അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയോ നിങ്ങളുടെ പങ്കാളിയെ ആശ്രയിക്കുകയോ മാത്രമല്ല. ഒരു നല്ല പങ്കാളിയാകാൻ നിങ്ങൾ വൈകാരികമായി ആരോഗ്യമുള്ളവരായിരിക്കണം. എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നതിലേക്ക് മാറണം. നിങ്ങളുടെ ബന്ധത്തിന്റെ തുടക്കം ഓർക്കുക. ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ തയ്യാറാണ്? നിങ്ങളുടെ അഭിപ്രായമില്ലാതെ എന്തെങ്കിലും മാറുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനാവില്ല. 2. നിങ്ങളുടെ പങ്കാളിയുമായി സംസാരിക്കുക. നിങ്ങളുടെ പങ്കാളിയുമായി അവസാനമായി സംസാരിച്ചത് എപ്പോഴാണ്? തീപ്പൊരി സജീവമായി നിലനിർത്താൻ ആശയവിനിമയം അനിവാര്യമാണ്. ഉറങ്ങുന്നതിനു മുമ്പ് കുറച്ച് മിനിറ്റ് സംസാരിക്കുക എന്നല്ല സംസാരിക്കുക എന്നതിന്റെ അർത്ഥം. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, നിങ്ങളുടെ പങ്കാളിയുടെ പ്രണയഭാഷ മനസ്സിലാക്കുക, മറ്റൊരാളുടെ മനസ്സിലുള്ളത് കണ്ടെത്തുക എന്നിവയാണ് ഇതിനർത്ഥം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി യഥാർത്ഥവും വൈകാരികവുമായ ബന്ധം പങ്കിടുകയും അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണുകയും ചെയ്യുക എന്നതാണ് ഇതിനർത്ഥം. ഒരു നല്ല ബന്ധം ഉണ്ടാകണമെങ്കിൽ നെഗറ്റീവ് ആശയവിനിമയത്തേക്കാൾ 5 ഇരട്ടി പോസിറ്റീവ് ആശയവിനിമയങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു, പ്രത്യേകിച്ച് അടുപ്പമുള്ള ബന്ധം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ആളുകൾ തങ്ങളുടെ അടുത്ത പങ്കാളിയുടെ മേഖലയിൽ നിന്ന് ഒറ്റപ്പെട്ടതായി തോന്നുന്നതിന്റെ നെഗറ്റീവ് ആഘാതം കാണാൻ എളുപ്പമാണ്. ഒരു ബന്ധത്തിൽ എങ്ങനെ തിളക്കം തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ല ആശയവിനിമയം ഒരു മുൻഗണനയായി മാറ്റണം. 3. വളരുക. മറ്റുള്ളവരിൽ നമ്മൾ ആകർഷിക്കപ്പെടുന്നത് പലപ്പോഴും നമ്മൾ സജീവമാക്കാത്ത നമ്മുടെ തന്നെ മറ്റൊരു ഭാഗത്താലാണ്. പിന്നെ ആശയവിനിമയം വഷളാകുമ്പോൾ ആ ഗുണങ്ങൾ മറ്റേ വ്യക്തിയിൽ അടഞ്ഞുപോകുകയും ഞെരുക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ നമുക്ക് നീരസം തോന്നുന്നു. ഇത് ബന്ധത്തിലെ നിരാശയായി മാറുന്നു. പതിവുകളും ശീലങ്ങളും കടന്നുവരുമ്പോൾ ബന്ധങ്ങൾ പഴകിയേക്കാം. ഒരു ബന്ധം എങ്ങനെ സജീവമായി നിലനിർത്താം എന്നതിന്റെ താക്കോൽ വളർച്ചയാണ്. ഒരുമിച്ച് പുതിയ എന്തെങ്കിലും പഠിക്കാൻ പ്രതിജ്ഞയെടുക്കുക. രണ്ടുപേരും ഇതുവരെ പോയിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു അവധിക്കാലം ആഘോഷിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം കണ്ടെത്തുക. വേർപിരിയുന്നതിനുപകരം ഒരുമിച്ച് വളരാൻ നിങ്ങൾ വ്യക്തിപരമായും ദമ്പതികളായും സ്വയം വികസിപ്പിക്കാൻ തയ്യാറാകണം. വളർച്ചയാണ് ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന ബന്ധത്തിന്റെ ഹൃദയമിടിപ്പ്. നിങ്ങൾ രണ്ടുപേരും പഠിക്കാനും പരിണമിക്കാനും പ്രതിജ്ഞാബദ്ധരാകുമ്പോൾ നിങ്ങൾ ബന്ധത്തെ സജീവവും ആവേശകരവുമായി നിലനിർത്തുന്നു. 4. സർപ്രൈസുകൾ ആസൂത്രണം ചെയ്യുക. ഇത് പരസ്പരവിരുദ്ധമാണെന്ന് തോന്നുമെങ്കിലും സ്വാഭാവികമായി ആസൂത്രണം ചെയ്യുന്നത് പങ്കാളികൾക്ക് വലിയ മാറ്റമുണ്ടാക്കും, പ്രത്യേകിച്ച് തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താം എന്ന കാര്യത്തിൽ. നിങ്ങളുടെ പതിവ് തെറ്റുകളിൽ നിന്ന് പുറത്തുകടന്ന നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ ഒരു സർപ്രൈസ് ഡേറ്റ് ആസൂത്രണം ചെയ്യുന്നത് ഒരു മികച്ച മാർഗമാണ്. നിങ്ങളുടെ പങ്കാളിയുടെ കലണ്ടറിൽ സമയം ഒഴിവാക്കുക, പക്ഷേ നിങ്ങൾ എന്തുചെയ്യുമെന്ന് പറയരുത്. പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാൻ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുക. അത് ഒരു പാനീയത്തിനോ അത്താഴത്തിനോ, ഒരു ഷോ കാണുന്നതിനോ, നടക്കുന്നതിനോ, ഒരു വാരാന്ത്യ യാത്രക്കോ, അല്ലെങ്കിൽ വീട്ടിൽ ഒരു രസകരമായ സിനിമ രാത്രിക്ക് പോകോണും പാനീയങ്ങളും കഴിക്കുന്നത് പോലെയോ ആകട്ടെ. നിങ്ങൾ അവർക്കായി സമയം കണ്ടെത്തുന്നതിൽ ശ്രദ്ധാലുവാണെന്ന് നിങ്ങളുടെ പങ്കാളി കാണുകയും നിങ്ങൾ ആദ്യം തന്നെ ഈ ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ കാരണങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യും. 5. പഴയ കഥകളിൽ ജീവിക്കുന്നത് നിർത്തുക. അവിശ്വസ്തത പോലുള്ള ഒരു സംഭവം കാരണം ഒരു ബന്ധത്തിന് തിളക്കം നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ, ഓരോ പങ്കാളിയും ബോധപൂർവം മുന്നോട്ടു പോകാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇതിനർത്ഥം അവരോട് ആത്മാർത്ഥമായി ക്ഷമിക്കുകയും നിങ്ങൾ മുറുകെ പിടിക്കുന്ന പഴയ നിരാശകൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ നിമിഷം മാത്രമാണ് യഥാർത്ഥമായത്. മുൻകാലങ്ങളിൽ നിങ്ങളോട് തെറ്റ് ചെയ്ത എല്ലാവരോടും, പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയോട്, ക്ഷമ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ വർത്തമാനകാലത്തിലേക്ക് യഥാർത്ഥത്തിൽ കാലെടുത്തുവയ്ക്കാനുള്ള ഏക മാർഗം. ഭൂതകാലം ഭാവിക്ക് തുല്യമല്ല. നിങ്ങളുടെ പങ്കാളിയെ പഴയ കഥകളിലൂടെ വലിച്ചിഴക്കരുത്. അതൊക്കെ പഴയ വാർത്തകളാണ്, അതോടെ അത് കഴിഞ്ഞു. പകരം ആ വ്യക്തിയെ ഈ നിമിഷം സ്നേഹിക്കുകയും കാണുകയും ചെയ്യുന്നതായി തോന്നിപ്പിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുക. നിങ്ങൾ ഭൂതകാലത്തിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളി യഥാർത്ഥത്തിൽ ആരാണെന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാനും ഒരു പുതിയ സാഹചര്യത്തിൽ ഒരു ബന്ധം എങ്ങനെ നിലനിർത്താമെന്ന് കണ്ടെത്താനും കഴിയും. 6. കൊടുക്കുക. ജീവിതത്തിന്റെ രഹസ്യം കൊടുക്കലാണ്. ഇത് ബന്ധങ്ങൾക്ക് തീർച്ചയായും ബാധകമാണ്. കൊടുക്കൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ഒരു മുൻഗണനയായി കാണുന്നുവെന്നും തീപ്പൊരി നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന താക്കോലാണെന്നും കാണിക്കുന്നു. ഓർക്കുക, നിങ്ങൾ ഒന്നും സംഭാവന ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കില്ല. നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിസ്സാരനും സ്നേഹിക്കപ്പെടാത്തവനുമായി തോന്നാൻ സാധ്യതയുണ്ട്. പകരം നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താനും കാണാനും സഹായിക്കുന്നതിന് നിങ്ങൾക്ക് അവർക്ക് എന്ത് നൽകാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അവർ നിങ്ങളുടെ മുൻഗണനയാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ പങ്കാളി പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ മുന്നോട്ടു പോകുക. നിങ്ങൾ പരസ്പരം ആരാധകനാകും. ബന്ധത്തിന് തടസ്സങ്ങളല്ല,
ആശ്ചര്യങ്ങളും അവസരങ്ങളും സൃഷ്ടിക്കുക. നിങ്ങളുടെ ബന്ധത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് പുനർനിർമ്മിക്കുമ്പോൾ ഒരു ബന്ധം എങ്ങനെ സജീവമായി നിലനിർത്താമെന്നും അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സംതൃപ്തമായ ഭാഗങ്ങളിൽ ഒന്നാണെന്ന് ഉറപ്പാക്കാമെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും. തീപ്പൊരി വീണ്ടും ജ്വലിപ്പിക്കൂ, നിലനിൽക്കുന്ന അഭിനിവേശം സൃഷ്ടിക്കൂ. ഓർമ്മിക്കുക, അഭിനിവേശം നിങ്ങൾ കണ്ടെത്തുന്ന ഒന്നല്ല, അത് നിങ്ങൾ ഓരോ നിമിഷവും സൃഷ്ടിക്കുന്ന ഒന്നാണ്, ഓരോ നിമിഷവും തിരഞ്ഞെടുക്കുന്ന ഒന്നാണ്. ഏറ്റവും അസാധാരണമായ ബന്ധങ്ങൾ ഭാഗ്യത്തിലോ മിത്തിലോ അല്ല, മറിച്ച് ദൈനംദിന പ്രതിബദ്ധത, വളർച്ച, പൂർണ്ണമായി നൽകാനുള്ള സന്നദ്ധത എന്നിവയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിലനിൽക്കുന്ന ഒരു സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പഴയ കഥകളിൽ നിന്ന് മോചനം നേടാനും ഉദ്ദേശ്യത്തോടെ ആശയവിനിമയം നടത്താനും നിങ്ങളുടെ പങ്കാളിയുടെ സന്തോഷത്തെ നിങ്ങളുടെ മുൻഗണനയാക്കാനും ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ തീപ്പൊരി ഒരിക്കലും അപ്രത്യക്ഷമാകില്ലെന്ന് നിങ്ങൾ കണ്ടെത്തും, അത് നിങ്ങൾ വീണ്ടും ജ്വലിപ്പിക്കാൻ കാത്തിരിക്കും. അഭിനിവേശത്തോടെ ജീവിക്കുക, നിങ്ങളുടെ ബന്ധം അത് ഉദ്ദേശിച്ച മാസ്റ്റർപീസ് ആയി മാറട്ടെ. നിങ്ങളുടെ ദാമ്പത്യത്തിൽ തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താം? 10 നുറുങ്ങുകൾ. ഏതൊരു ബന്ധത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വശങ്ങളിലൊന്ന് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള തീപ്പൊരി സജീവമായി നിലനിർത്തുക എന്നതാണ്. എല്ലാത്തിനുമുപരി നിങ്ങൾ പരസ്പരം അഭിനിവേശമുള്ളവരല്ലെങ്കിൽ ആ ബന്ധം ഒടുവിൽ തകരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ തീപ്പൊരി എങ്ങനെ നിലനിർത്താമെന്ന് പഠിക്കുന്നത് പ്രധാനമാണ്, പക്ഷേ അത് എങ്ങനെ ചെയ്യാമെന്ന് ആശയക്കുഴപ്പമുണ്ടാക്കുന്നതായി തോന്നിയേക്കാം, പക്ഷേ അത് അസാധ്യമല്ല. ശരിയായ സമീപനത്തിലൂടെ നിങ്ങളുടെ ബന്ധത്തിലെ തിളക്കം നഷ്ടപ്പെടുന്നത് തടയാൻ കഴിയും. ഇത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ചില ലളിതമായ നുറുങ്ങുകളിതാ. വിവാഹങ്ങൾക്ക് തിളക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്? ഒരു ബന്ധം എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് പഠിക്കുന്നതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇവ സംഭവിക്കുന്നതെന്ന് ആദ്യം വിലയിരുത്തേണ്ടത് പ്രധാനമാണ്. സാധാരണയായി ബന്ധങ്ങൾ ആരംഭിക്കുന്നത് പോസിറ്റീവും സന്തോഷകരവുമായ ഒരു ഘട്ടത്തിലാണ്, എന്നാൽ കാലക്രമേണ പങ്കാളികൾ പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി സമയവും ഊർജ്ജവും ചെലവഴിക്കുന്നത് നിർത്തിയേക്കാം. ഇത്തരത്തിലുള്ള ആത്മസംതൃപ്തി ദാമ്പത്യത്തിൽ ഒരു തിളക്കവും ഉണ്ടാക്കില്ല. ദാമ്പത്യത്തിൽ പ്രണയം നിലനിർത്താൻ 10 നുറുങ്ങുകൾ. വിവാഹത്തിൽ എങ്ങനെ തിളക്കം തിരികെ കൊണ്ടുവരാം എന്നത് എല്ലാ ദമ്പതികളും ഒരിക്കൽ അവരുടെ ബന്ധത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിൽ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്ന ചില നുറുങ്ങുകളിതാ. 1. കാര്യങ്ങൾ പുതുമയോടെ സൂക്ഷിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിൽ എങ്ങനെ തീപ്പൊരി നിലനിർത്താമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ കാര്യങ്ങൾ പുതുമയോടെ നിലനിർത്തേണ്ടത് പ്രധാനമാണ്. കാര്യങ്ങൾ പുതുമയോടെ സൂക്ഷിക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ പങ്കാളിയുമായി പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക എന്നതാണ്. പുതിയ താൽപ്പര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യുക, പുതിയ റെസ്റ്റോറന്റുകൾ പരീക്ഷിക്കുക, പുതിയ യാത്രകൾ നടത്തുക. നിങ്ങൾ ഒരുമിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്തോറും നിങ്ങൾ വീണ്ടും പ്രണയത്തിലാകും. 2. ആശയവിനിമയം നടത്തുക. ഏതൊരു ബന്ധത്തിലെയും ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ആശയവിനിമയമാണ്. ഒരു ബന്ധത്തിൽ എങ്ങനെ തീപ്പൊരി നിലനിർത്താമെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇത് ഓർമ്മിക്കണം. നിങ്ങളുടെ ഇണയുമായി നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പങ്കിടുന്നുണ്ടെന്നും ഉറപ്പാക്കുക. ശക്തവും സന്തുഷ്ടവുമായ ദാമ്പത്യത്തിന്റെ താക്കോൽ ഇതാണ്. നിങ്ങളുടെ വികാരങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുക. നിങ്ങളുടെ പ്രതിരോധശേഷി കുറയ്ക്കുക. നിങ്ങളുടെ വികാരങ്ങൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പരസ്പരം സംസാരിക്കുക. 3. ഒരുമിച്ച് സമയം ചെലവഴിക്കുക. പ്രണയം നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് ഒരുമിച്ച് സമയം ചെലവഴിക്കുക എന്നതാണ്. ഉണർന്നിരിക്കുന്ന ഓരോ നിമിഷവും ഒരുമിച്ച് ചെലവഴിക്കണമെന്ന് ഇതിനർത്ഥമില്ല, മറിച്ച് പരസ്പരം സമയം കണ്ടെത്തുക എന്നതാണ് പ്രധാനം. പതിവായി ഡേറ്റ് നൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. വിശ്രമിക്കാനും പരസ്പരം സഹവാസം ആസ്വദിക്കാനും സമയം കണ്ടെത്തുക. 4. നല്ലൊരു ശ്രോതാവായിരിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിൽ പ്രണയം എങ്ങനെ നിലനിർത്താമെന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണോ? ഏതൊരു ബന്ധത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സജീവമായ ശ്രവണമാണെന്ന് ഓർമ്മിക്കുക. നിങ്ങളുടെ ഇണയെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിജയകരമായ ദാമ്പത്യം നയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ ഇണയെ ശ്രദ്ധിക്കാനും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാനും സമയമെടുക്കുക. 5. പരസ്പരം സമയം ചെലവഴിക്കുന്നത് മുൻഗണന നൽകുക. നിങ്ങളുടെ ബന്ധം വളർത്തിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് പരസ്പരം സമയം കണ്ടെത്തുക എന്നതാണ്. എന്തുതന്നെയായാലും പതിവായി പരസ്പരം സമയം കണ്ടെത്തുക. നിങ്ങളുടെ പതിവ് അപ്ഡേറ്റുകൾ പങ്കിടുകയും പരസ്പരം ജീവിതത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും ചെയ്യുക. 6. ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഒരു ദാമ്പത്യത്തിൽ പ്രണയം എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് പഠിക്കാനുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ശ്രദ്ധാശൈഥില്യങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് ശ്രദ്ധിക്കുക. ഒരുമിച്ച് സമയം ലഭിക്കുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. ടിവി കാണുന്നതോ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നതോ ഒഴിവാക്കുക. പകരം പരസ്പരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സംസാരിക്കുക, ചിരിക്കുക, പരസ്പരം സഹവാസം ആസ്വദിക്കുക. 7. സ്വതസിദ്ധമായിരിക്കുക. നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെ നിലനിർത്താമെന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യരുതെന്ന് ഓർമ്മിക്കുക. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് മികച്ച നിമിഷങ്ങൾ സംഭവിക്കുന്നത്.
നിങ്ങൾ എപ്പോഴും ഒരേ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ബന്ധം സാധാരണമായി മാറും. നിങ്ങൾ പരസ്പരം എത്രമാത്രം സഹവാസം ആസ്വദിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും സ്വയമേവ ചെയ്യാൻ ശ്രമിക്കുക. 8. ശാരീരികമായിരിക്കുക. ഒരു ദാമ്പത്യത്തിൽ അടുപ്പം എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്ന് കണ്ടെത്താൻ ശ്രമിക്കുകയാണോ? പരസ്പരം സ്പർശിക്കുക, കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക എന്നിവ ഒരു ബന്ധത്തിൽ തിളക്കം നിലനിർത്തുന്നതിനുള്ള ചില പ്രധാന മാർഗങ്ങളാണ്. ഒരു ബന്ധത്തിൽ പരസ്പരം സ്പർശിക്കുന്നതിന്റെ സ്വാധീനത്തെക്കുറിച്ച് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് അത് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണെന്ന്. 9. ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിന് തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മഹത്തായ പ്രവൃത്തികൾ മറന്ന് നിങ്ങളുടെ പങ്കാളിക്കായി ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്നേഹത്തിന്റെയും ദയയുടെയും ചെറിയ പ്രവൃത്തികൾ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവരിലെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നും ഓർമ്മിപ്പിക്കും. അത് അവരെ പ്രത്യേകമായി തോന്നിപ്പിക്കുകയും ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ട തിളക്കം വീണ്ടും ജ്വലിപ്പിക്കുകയും ചെയ്യും. 10. ആസ്വദിക്കൂ. നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെ നിലനിർത്താം? സന്തോഷത്തിൽ മുഴുകുന്നത് ഒരു പ്രധാന വിവാഹ ഉപദേശമായി കണക്കാക്കൂ. ഒരുമിച്ച് ചിരിക്കുകയും പരസ്പരം സഹവാസം ആസ്വദിക്കുകയും ചെയ്യുക, അതുവഴി നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തുകയും ചെയ്യുക. കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ ദമ്പതികളെ സഹായിക്കുമെന്നതിനാൽ നർമ്മം ദാമ്പത്യ സംതൃപ്തിയുടെ നിലവാരത്തെ സാരമായി ബാധിക്കുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ദാമ്പത്യത്തിൽ തിളക്കം നിലനിർത്താൻ സഹായിക്കുന്ന 3 ഘട്ടങ്ങൾ. ബന്ധത്തിലെ തീപ്പൊരി എങ്ങനെ തിരികെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് നിരവധി ഉപദേശങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നുണ്ട്. മികച്ച ധാരണയ്ക്കായി പ്രധാനപ്പെട്ട ഉപദേശങ്ങളെ ഞങ്ങൾ ഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. നിങ്ങളുടെ ബന്ധത്തിലെ തീപ്പൊരി ജ്വലിപ്പിക്കാൻ സഹായിക്കുന്ന 3 ഘട്ടങ്ങൾ ഇതാ. ഘട്ടം 1. നിങ്ങളുടെ വിവാഹത്തിന് ശക്തമായ ഒരു അടിത്തറ സൃഷ്ടിക്കുക. നിങ്ങളുടെ ദാമ്പത്യത്തിന് ശക്തമായ ഒരു അടിത്തറ കെട്ടിപ്പടുക്കുക എന്നത് അതിന്റെ വിജയം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ശക്തമായ ഒരു അടിത്തറ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എന്നാൽ സത്യസന്ധമായ ആശയവിനിമയം, അതിരുകൾ നിശ്ചയിക്കൽ, പരസ്പരം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കൽ എന്നിവ പ്രധാനമാണ്. ഘട്ടം 3. നിങ്ങളുടെ ദാമ്പത്യത്തിൽ കാര്യങ്ങൾ ആവേശകരമാക്കി നിലനിർത്തുക. ഒരു ബന്ധത്തിൽ തിളക്കം നിലനിർത്താൻ അതിൽ ആവേശവും ജീവനും നിറയ്ക്കുക എന്നതാണ് പ്രധാനം. എല്ലാത്തിനുമുപരി ഏകതാനതയും സംതൃപ്തിയും കാരണം കാര്യങ്ങൾ പുതുമയോടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. വിവാഹത്തിനുള്ള 3x3 നിയമം എന്താണ്? ആരോഗ്യകരമായ ദാമ്പത്യത്തിനുള്ള 3x3 നിയമം പറയുന്നത് ഏതൊരു പ്രണയബന്ധത്തിലും ദമ്പതികൾ ഒറ്റയ്ക്ക് ചെലവഴിക്കുന്ന ഓരോ 3 മണിക്കൂർ സമയത്തിനും ഇടയിൽ 3 മണിക്കൂർ ഗുണനിലവാരമുള്ള സമയം പരസ്പരം ചെലവഴിക്കണമെന്നാണ്. അന്തിമ ചിന്തകൾ. ദൃഢവും സന്തുഷ്ടവുമായ ഒരു ദാമ്പത്യം നിലനിർത്താൻ പരിശ്രമം ആവശ്യമാണ്, പക്ഷേ അത് പരിശ്രമത്തിന് അർഹമാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിന് ശക്തമായ ഒരു അടിത്തറ സൃഷ്ടിക്കുക. ഇതിനർത്ഥം ഒരുമിച്ച് സമയം ചെലവഴിക്കുക, തുറന്നും സത്യസന്ധമായും സംസാരിക്കുക, പൊതു താൽപ്പര്യങ്ങൾ പങ്കിടുക എന്നിവയാണ്. നിങ്ങളുടെ ദാമ്പത്യത്തിലെ തീപ്പൊരി എങ്ങനെ സജീവമായി നിലനിർത്താമെന്ന് പഠിക്കാൻ നിങ്ങളുടെ ബന്ധം വളർത്തിയെടുക്കുക. ഇതിനർത്ഥം നല്ല സമയങ്ങളിലും മോശം സമയങ്ങളിലും പരസ്പരം പിന്തുണയ്ക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ഒപ്പം നിൽക്കുക എന്നതാണ്. ഒരുമിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ലൈംഗികമായി പരിണമിച്ചുകൊണ്ടും പങ്കാളിയുമായി പങ്കിടുന്ന നർമ്മബോധം നിലനിർത്തിക്കൊണ്ടും നിങ്ങളുടെ ദാമ്പത്യത്തിൽ കാര്യങ്ങൾ ആവേശകരമായി നിലനിർത്തുക. അവസാനമായി, വിവാഹങ്ങൾക്ക് കഠിനാധ്വാനം ആവശ്യമാണെന്നും നല്ലതും ചീത്തയുമായ സമയങ്ങൾ ഉണ്ടാകുമെന്നും മനസ്സിലാക്കാൻ യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ചാലും നമുക്കെല്ലാവർക്കും സമയപരിമിതികളുണ്ട്. ജോലിസ്ഥലങ്ങളിൽ ചെലവഴിക്കുന്ന സമയം നിരന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വകാര്യ ജീവിതത്തിന് വേണ്ടിയുള്ള ഗുണനിലവാരമുള്ള സമയം അത് കവർന്നെടുക്കുന്നു. ദമ്പതികൾക്ക് പതിവായി നല്ല സമയം ചെലവഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, ഇത് പലപ്പോഴും ഗുരുതരമായ ബന്ധപ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. എന്നിരുന്നാലും നാമെല്ലാവരും നിസ്സഹായരായി കാണപ്പെടുന്നു, കാര്യങ്ങൾ എങ്ങനെ സുഗമമായി കൈകാര്യം ചെയ്യണമെന്ന് ഉറപ്പില്ല. നിങ്ങളുടെ പങ്കാളിയുമായി എങ്ങനെ മികച്ച സമയം ചെലവഴിക്കാം എന്നതിനെക്കുറിച്ചുള്ള പ്രായോഗികവും രസകരവുമായ നുറുങ്ങുകൾ ഉൾക്കൊള്ളുന്നു. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം നല്ല സമയം ചെലവഴിക്കാൻ 17 വഴികൾ. ബന്ധങ്ങളിൽ ഗുണമേന്മയുള്ള സമയത്തിന്റെ പരിമിതി ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നമായതിനാൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ജോലി ജീവിത സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ചില ഫലപ്രദമായ പരിഹാരങ്ങൾ ചുവടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. 1. ഒരു കൂട്ടായ ഹോബി ഏറ്റെടുക്കുക. പുതിയ എന്തെങ്കിലും പഠിക്കുന്നതിനിടയിൽ ഗുണനിലവാരമുള്ള സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ഏറ്റവും നല്ല മാർഗം ഏതാണ്? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിന്റെ വ്യത്യസ്തമായ ഒരു വശം നിങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നു. പരസ്പരം ധാരാളം പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. ഒരുമിച്ച് എന്തെങ്കിലും പഠിക്കുന്നത് വളരെ ഭയപ്പെടുത്തുന്നതും ആവേശകരവുമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. അതുകൊണ്ട് ഒരു ഹോബി ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേർക്കും താൽപ്പര്യമുള്ള പുതിയ എന്തെങ്കിലും പഠിക്കുക, അങ്ങനെ സ്നേഹം തഴച്ചു വളരട്ടെ. 2. നിങ്ങളുടെ ആദ്യ ഡേറ്റ് വീണ്ടും ഒരുമിച്ച് സന്ദർശിക്കുക. ഓർമ്മകളുടെ പാതയിലൂടെ നടക്കുമ്പോൾ
നിങ്ങൾ ഒരുപാട് ഓർമ്മകൾ അഴിച്ചുവിടുന്നു, പറഞ്ഞതും പറയാത്തതുമായ ചില വികാരങ്ങൾ സ്വതന്ത്രമായി ഒഴുകുന്നു. നിങ്ങൾ രണ്ടുപേരും ആദ്യ ഡേറ്റിന് പുറത്തുപോയപ്പോൾ ഉണ്ടായിരുന്ന തിളക്കം നിങ്ങൾ മറന്നുപോയിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അത് പുനഃസൃഷ്ടിച്ച് വീണ്ടും സന്ദർശിച്ചുകൂടാ? തീർച്ചയായും നിങ്ങൾക്ക് പരസ്പരം പങ്കിടാൻ ചില ചിരികളും ചില വൈകാരിക നിമിഷങ്ങളും ചില ആവേശകരമായ കാര്യങ്ങളും ഉണ്ടാകും. 3. സാമൂഹിക ഒത്തുചേരലുകളിൽ ഒരുമിച്ച് പങ്കെടുക്കുക. പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും സാമൂഹികമായി ഇടപഴകുന്നതിനും ഇത് തീർച്ചയായും ആവശ്യമാണ്. ഇന്ന് നാമെല്ലാവരും നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ വളരെ തിരക്കിലാണ്. ഒരുമിച്ച് നല്ല സമയം എങ്ങനെ ആസ്വദിക്കാമെന്ന് നമ്മൾ മറന്നുപോയിരിക്കുന്നു. നിങ്ങളിലാരെങ്കിലും തിരക്കിലായതിനാൽ കുടുംബ ഒത്തുചേരലുകളോ സാമൂഹിക പരിപാടികളോ ഒഴിവാക്കേണ്ടിവരാറുണ്ട്. അതിനാൽ സാമൂഹിക ഒത്തുചേരലുകളുടെ കാര്യത്തിൽ നിങ്ങളുടെ ജോലി മാറ്റിവെക്കുക. പകരം ഒരുമിച്ചുള്ള സാമൂഹിക നിമിഷങ്ങൾ ആസ്വദിക്കുക. നിങ്ങളുടെ ഇണയുടെ വ്യക്തിത്വത്തിനും അവർ നിങ്ങളിൽ ചൊരിയുന്ന സ്നേഹത്തിനും അവരെ അഭിനന്ദിക്കുക. 4. മറഞ്ഞിരിക്കുന്ന ചില കഴിവുകൾ പുറത്തുകൊണ്ടുവരിക. സമൂഹത്തിന്റെയും ജോലിയുടെയും സമ്മർദ്ദത്തിൽ മറഞ്ഞുപോയ ഒരുതരം ശീലമോ കഴിവോ നിങ്ങൾ രണ്ടുപേർക്കും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇണയോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആ സൃഷ്ടിപരമായ വശം പുറത്തുവരട്ടെ. നിങ്ങൾ ഒരു നല്ല പാചകക്കാരനായിരിക്കാം, അല്ലെങ്കിൽ പിയാനോ വായിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ ഇണയെ ആകർഷിക്കാനും കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് കാണാനും നിങ്ങൾക്കിത് ചെയ്തുകൂടി? കാര്യങ്ങളും കഴിവുകളും പങ്കിടുന്നത് നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം അടുപ്പിക്കുകയുള്ളൂ. 5. ഒരു വാരാന്ത്യ വിനോദയാത്ര ആസൂത്രണം ചെയ്യുക. നിങ്ങൾ രണ്ടുപേരും തിരക്കേറിയ ഷെഡ്യൂളിൽ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വളരെ തിരക്കേറിയ പ്രൊഫഷണൽ ജീവിതം നയിക്കുമ്പോഴോ ഒരു അവധിക്കാലം ആസൂത്രണം ചെയ്യുക എന്നത് ഒരു വിദൂര സ്വപ്നമായിരിക്കാം. നീണ്ട അവധിക്കാലം മാത്രമല്ല, ഗുണനിലവാരമുള്ള സമയം ഉറപ്പുനൽകുന്നത് ഒരു ചെറിയ വാരാന്ത്യ വിനോദയാത്രയും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് വേണ്ടത് 2 ദിവസങ്ങൾ മാത്രം. നിങ്ങൾക്ക് ഒരു വാരാന്ത്യമോ ദീർഘമായ വാരാന്ത്യമോ ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അന്വേഷിച്ച് അവിടെ നിന്ന് പോകുക. 6. ഒരു സിനിമാ മാരത്തൺ പരീക്ഷിക്കുക. തിരക്കേറിയ പ്രവൃത്തിദിന ഷെഡ്യൂൾ കാരണം വാരാന്ത്യങ്ങളിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ദമ്പതികളിൽ ഒരാളല്ല നിങ്ങളെങ്കിൽ ഒരു സിനിമാ മാരത്തൺ പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ സോഫയിൽ കിടന്ന് നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്ന സിനിമകൾ കാണാൻ തുടങ്ങുക. ഇത് നിങ്ങളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മിക്കാൻ കഴിയും. അവസാനം പ്രധാനം, നിങ്ങൾ പരസ്പരം ചെലവഴിക്കുന്ന ഗുണനിലവാരമുള്ള സമയമാണ്. അവിടെ നിങ്ങൾ രണ്ടുപേരും ഓഫീസിനെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ സംസാരിക്കുന്നില്ല, പരസ്പരം പര്യവേക്ഷണം ചെയ്യുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 7. ഒരുമിച്ച് വീഡിയോ ഗെയിമുകൾ കളിക്കുക. ഇന്ന് എല്ലാവർക്കും എക്സ്ബോക്സ് ഉണ്ട്. ഇതിൽ പലതരം മൾട്ടിപ്ലെയർ ഗെയിമുകൾ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഗെയിമിംഗ് ഭ്രാന്തന്മാരാണെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്കണം. നിങ്ങൾക്ക് ഇതിൽ കുറച്ച് ചൂതാട്ടം നടത്താനും വിജയിക്ക് ഒരു സമ്മാനം സൂക്ഷിക്കാനും കഴിയും. നിങ്ങളുടെ വിരലുകൾ പ്രവർത്തിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് രസകരമായിരിക്കും. 8. വ്യായാമത്തിൽ ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക. ഗുണമേന്മയുള്ള സമയത്തിനായി ആരോഗ്യകരമായ എന്തെങ്കിലും പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒരുമിച്ച് വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സമയം തീരുമാനിക്കാം, അടുത്തുള്ള ജിമ്മിൽ ചേരാം. ഒരു ബദലായി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യാനും ശ്രമിക്കാം. ഈ രീതിയിൽ രണ്ടുപേരും ആരോഗ്യവാന്മാരാകുക മാത്രമല്ല, നിങ്ങൾ രണ്ടുപേർക്കും അത്യധികം ആവശ്യമുള്ള അത്ഭുതകരവും ഗുണമേന്മയുള്ളതുമായ സമയം ചെലവഴിക്കാൻ കഴിയും. 9. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന എല്ലാ ക്രമരഹിതമായ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുക. ശരിയല്ലേ? ക്രമരഹിതമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ ഇണയുമായി അടുപ്പിക്കും. ക്രമരഹിതമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആരുമായും പങ്കുവച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആശയങ്ങൾ, ചിന്തകൾ, വിശ്വാസങ്ങൾ, അങ്ങനെ പലതും നിങ്ങൾ സംസാരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തും. ക്രമരഹിതമായ കാര്യങ്ങളുടെ ഈ കൈമാറ്റം നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെ നന്നായി അറിയാൻ സഹായിക്കും. അതുപോലെ തന്നെ 10. അറിവിന്റെ കൈമാറ്റം. നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും കാര്യത്തിൽ മിടുക്കരായിരിക്കണം. നിങ്ങളുടെ ഇണയിൽ നിന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് പരീക്ഷിച്ചു നോക്കൂ. ഈ രീതിയിൽ നിങ്ങൾ രണ്ടുപേർക്കും കുറച്ച് സമയം ചെലവഴിക്കാനും പുതിയ എന്തെങ്കിലും പഠിക്കാനും കഴിയും. നിങ്ങളുടെ പങ്കാളിയുടെ ബുദ്ധിപരമായ വശം പര്യവേക്ഷണം ചെയ്യാനും ഈ പ്രവർത്തനം നിങ്ങളെ അനുവദിക്കും. അത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. 11. അടുപ്പത്തിലാകുക. നിങ്ങളുടെ പങ്കാളിയുമായി എങ്ങനെ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാം? അടുപ്പത്തിലാകൂ. അതിനേക്കാൾ മികച്ചത് മറ്റെന്താണ്? ഒരു ബന്ധത്തിൽ ഗുണനിലവാരമുള്ള സമയത്തിന്റെയും അടുപ്പത്തിന്റെയും പ്രാധാന്യം എത്ര ഊന്നിപ്പറഞ്ഞാലും അധികമാവില്ല. സന്തോഷമായിരിക്കാനും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം ശക്തിപ്പെടുത്താനും ഗുണനിലവാരമുള്ള സമയം അത്യന്താപേക്ഷിതമാണ്. അതിശയകരമായ ഒരു ലൈംഗിക ജീവിതം അതിന്റെ മറ്റൊരു വശമാണ്. അത് അവഗണിക്കാൻ കഴിയില്ല. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല എന്നത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പക്ഷേ ജോലി സമ്മർദ്ദം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കവർന്നെടുക്കാൻ അനുവദിക്കരുത്. വരണ്ട ലൈംഗിക ജീവിതം ഉടൻ തന്നെ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതിനാൽ ഗുണനിലവാരമുള്ള സമയം ആസ്വദിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ
നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലും ശ്രദ്ധ ചെലുത്തുക. 12. ഒരു മ്യൂസിയമോ ആർട്ട് ഗാലറിയോ പര്യവേക്ഷണം ചെയ്യുക. ഒരു മ്യൂസിയമോ ആർട്ട് ഗാലറിയോ സന്ദർശിച്ച് സംസ്കാരത്തിൽ മുഴുകുക. പ്രദർശനങ്ങളെ ഒരുമിച്ച് അഭിനന്ദിക്കുക, ചർച്ചകളിൽ ഏർപ്പെടുക, വിവിധ കലാരൂപങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നേടുക. 13. സാങ്കേതികവിദ്യയില്ലാത്ത ഒരു ദിവസം ആശംസിക്കുന്നു. ഗുണനിലവാരമുള്ള സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതിന് സ്ക്രീനുകളിൽ നിന്നും ഗാഡ്ജറ്റുകളിൽ നിന്നും വിച്ഛേദിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം തടസ്സമില്ലാതെ സമയം ചെലവഴിക്കുക, ഹൈക്കിങ്ങിന് പോകുക, പിക്നിക് നടത്തുക, ബോർഡ് ഗെയിം കളിക്കുക തുടങ്ങിയ സാങ്കേതികവിദ്യയുടെ ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. 14. ഒരു ദമ്പതികളുടെ മസാജ് അല്ലെങ്കിൽ സ്പാ ദിനം ആഘോഷിക്കുക. ദമ്പതികളുടെ മസാജിൽ മുഴുകുക അല്ലെങ്കിൽ ഒരു സ്പായിൽ ഒരു ദിവസം വിശ്രമിക്കുക, ഉന്മേഷം പ്രാപിക്കുക, ഒരുമിച്ച് ലാളിക്കുന്നത് ആസ്വദിക്കുക. നിങ്ങൾ രണ്ടുപേർക്കും വിശ്രമം തോന്നാൻ ഉദ്ദേശിച്ചില്ലെങ്കിൽ ഒരു ബന്ധത്തിൽ ഗുണനിലവാരമുള്ള സമയം എന്താണ്? 15. ഒരു ഗെയിം നൈറ്റ് ആസ്വദിക്കൂ. ബോർഡ് ഗെയിമുകൾ, കാർഡുകൾ, വീഡിയോ ഗെയിമുകൾ എന്നിവ പുറത്തെടുത്ത് പരസ്പരം സൗഹൃദ മത്സരത്തിലേക്ക് വെല്ലുവിളിക്കുക. ചിരിക്കുക, ആസ്വദിക്കൂ, നിങ്ങളുടെ കളിയായ വശം തിളങ്ങട്ടെ. 16. ഒരു സർപ്രൈസ് ഡേറ്റ് പ്ലാൻ ചെയ്യുക. നിങ്ങളുടെ പങ്കാളിയുമായി ഗുണനിലവാരമുള്ള സമയം എങ്ങനെ ചെലവഴിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഡേറ്റുകൾ ഒരു മികച്ച ആശയമാണ്. നന്നായി ആലോചിച്ച് തയ്യാറാക്കിയ ഒരു ഡേറ്റിലൂടെ നിങ്ങളുടെ പങ്കാളിയെ അത്ഭുതപ്പെടുത്തൂ. അത് അവരുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ ഒരു റൊമാന്റിക് ഡിന്നർ ആകാം, ഒരു സംഗീത കച്ചേരിക്കുള്ള ടിക്കറ്റുകളാകാം, അല്ലെങ്കിൽ അവർ എപ്പോഴും സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു സർപ്രൈസ് ഔട്ടിംഗ് ആകാം. പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി കുറച്ച് നല്ല സമയം ചെലവഴിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കുന്ന ചില സാധാരണ ചോദ്യങ്ങൾ ഇതാ. പ്രണയത്തിലെ ഗുണനിലവാരമുള്ള സമയം എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമൊത്തുള്ള ഗുണനിലവാരമുള്ള സമയം എന്താണ്? പ്രണയത്തിലെ ഗുണനിലവാരമുള്ള സമയം എന്നത് ശ്രദ്ധ വ്യതിചലിക്കാതെ ഒരുമിച്ച് ചെലവഴിക്കുന്ന സമർപ്പിതവും അർത്ഥവത്തായതുമായ നിമിഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വൈകാരിക ബന്ധങ്ങൾ ആഴത്തിലാക്കുക, പങ്കിട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അവിഭാജ്യ ശ്രദ്ധ നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ബന്ധങ്ങൾക്ക് ഗുണനിലവാരമുള്ള സമയം ആവശ്യമായി വരുന്നത് എന്തുകൊണ്ട്? ബന്ധങ്ങൾ, അടുപ്പം, മനസ്സിലാക്കൽ എന്നിവ വളർത്തിയെടുക്കാൻ ഗുണനിലവാരമുള്ള സമയം ആവശ്യമാണ്. ഇത് പങ്കാളികൾക്ക് ഓർമ്മകൾ സൃഷ്ടിക്കാനും വൈകാരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനും പരസ്പരം മുൻഗണന നൽകാനും അനുവദിക്കുന്നു. ഇത് ആത്യന്തികമായി ബന്ധത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യവും സംതൃപ്തിയും വർദ്ധിപ്പിക്കുന്നു. ദമ്പതികൾക്ക് ഒരുമിച്ച് വേണ്ടത്ര സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുമ്പോൾ പ്രശ്നങ്ങൾ പതുക്കെ തലപൊക്കാൻ തുടങ്ങുകയും ഒടുവിൽ ദമ്പതികൾക്ക് കൗൺസിലിംഗ് ആവശ്യമായി വരികയും ചെയ്യും. സമയം ചെലവഴിക്കുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക. ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ നിങ്ങളുടെ പങ്കാളിയെ ഒരു മുറുകെ കെട്ടിപ്പിടിച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ ഉടൻ തന്നെ അനുഭവിക്കാൻ അനുവദിക്കുക. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഒരു ചെറിയ സമയം ലഭിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക, അവരുടെ മുഖം പുഞ്ചിരിയോടെ പ്രകാശിക്കുന്നത് കാണുക. ഗുണമേന്മയുള്ള സമയത്തിന്റെ താക്കോൽ പരസ്പരം പൂർണ്ണമായും സന്നിഹിതരായിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ആശയങ്ങൾ നിങ്ങളുടെ അതുല്യമായ മുൻഗണനകൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി പൊരുത്തപ്പെടുത്തുക, ബന്ധത്തിന്റെ നിമിഷങ്ങളെ വിലമതിക്കുക. അടുത്ത എപ്പിസോഡുകൾക്കായി റൊമാൻസ് ആൻഡ് ലവ് ഗുരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.